നമസ്കാരം. ഗതാഗത വാർത്തകൾ. രാജ്യത്തെ ടൂറിസ്റ്റ് വാഹനങ്ങളുടെ ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രധാന പരിഷ്കാരങ്ങൾ വരുത്തി. വാഹനങ്ങളുടെ പ്രായപരിധി 12 വർഷമായി നിശ്ചയിച്ചു. ടൂറിസ്റ്റ് വാഹനങ്ങളിൽ യാത്രക്കാരുടെ കൃത്യമായ പട്ടിക സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. യാത്ര ആരംഭിക്കുന്ന സ്ഥലം, ലക്ഷ്യസ്ഥാനം എന്നിവ ഉൾപ്പെടെയുള്ള ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോ ട്രാൻസ്പോർട്ട് അതോറിറ്റിയോ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കണം. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കും മെഥനോൾ, എഥനോൾ എന്നിവ ഇന്ധനമായി ഉപയോഗിക്കുന്നവയ്ക്കും പെർമിറ്റ് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ടിപ്പർ ലോറികൾ, സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ, ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്നിവയുടെ സ്പീഡ് ഗവർണർ വഴി സെറ്റ് ചെയ്യാവുന്ന വേഗപരിധി മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ നിന്ന് 80 കിലോമീറ്ററായി ഉയർത്തി. ഏതെങ്കിലും റോഡുകളിൽ ഇതിൽ കുറഞ്ഞ വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വാഹനങ്ങൾ പാലിക്കേണ്ടതുമാണ്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെയും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം RTO ഓഫീസിൽ വെച്ച് വിപുലമായ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടർ ശ്രീ ശിവശക്തിവേൽ IAS പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ഐക്കണായ മോട്ടുവിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടികൾ നടന്നത്. വോട്ടവകാശത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രദ്ധേയമായ ഒട്ടേറെ കാര്യങ്ങളാണ് പ്രസ്തുത പരിപാടിയിൽ ഒരുക്കിയിരുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴയിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പ്രകാരം 50% കുറവ് വരുത്തി. 31/12/2024 വരെയുള്ള ചലാനുകൾക്കാണ് ഈ കുറവ് ബാധകമാകുക. 30/4/2026 പിഴത്തുക അടച്ചു തീർക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഇളവ് ലഭിക്കുക. ഇതിനായി services.mvd.kerala.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മോട്ടോർ വാഹന വകുപ്പിൽ പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാർക്ക് കോടതി നടപടികൾ പരിചയപ്പെടുത്തുന്നതിനായി മാർച്ച് 31 എടപ്പാളിലെ IDTRൽ മൂട്ട് കോർട്ട് സംഘടിപ്പിക്കുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ B കമാൽ പാഷയാണ് പരിപാടി നയിക്കുന്നത്. പൊതുജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച കിയോസ്ക് പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചു. പൊതുജനങ്ങൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ വീണ്ടും അടുത്ത തവണ.